ഹായ് ഗാസ്, ബിഗ് ബോസ് ടോക്കിലേക്ക് 50ാമത്തെ എപ്പിസോഡ് ആഘോഷ നിറവിലേക്ക് എത്തുന്ന ബിഗ് ബോസിൻ്റെ ഈ ഒരു നിറവേളയിൽ 50 എപ്പിസോഡ് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ബിഗ് ബോസിൻ്റെ എവിക്ഷനിൽ വളരെ അപ്രതീക്ഷിതമായാണ് രണ ഫാത്തിമ എവിക്റ്റഡായത്. ലക്ഷ്മി, ഷാനവാസ്, ആദില, ആര്യൻ, അങ്ങനെ നിരവധി പേർ ഇപ്രാവശ്യം ഈ എവിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ചില ഗെയിം ടാസ്കുകളിലൂടെ ഓരോരോ പേരെ അകത്തേക്ക് കയറ്റുകയും അവസാനം എവിക്റ്റഡ് ആകുന്നവരെ മാലകൾ സ്വീകരിക്കാതെ അവരെ പുറത്തേക്ക് തന്നെ എവിക്റ്റഡ് ആക്കുന്ന ഒരു ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോയിരുന്നത്. നമ്മളതൊന്നും വലിയ ഡീറ്റെയിൽസ് ആക്കേണ്ട കാര്യമില്ല. ഇന്നലെ ലാലേട്ടൻ ഇറങ്ങിപ്പോയി. ആ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞത് അനുസരിക്കാതെ, ലാലേട്ടനോട് ഒരു വില കൽപ്പിക്കാതെ കാണിച്ചപ്പോൾ ലാലേട്ടൻ ഇറങ്ങിപ്പോയി എന്നതാണ് നമുക്ക് മനസ്സിലായത്. അത് കണ്ടസ്റ്റൻസിനോട് നന്നായി തന്നെ പറഞ്ഞുകൊണ്ട് എല്ലാം ലാലേട്ടൻ പറയുകയും പിന്നെ ലാലേട്ടൻ തന്നെ അത് ചെയ്യുകയും ചെയ്യുമ്പോൾ അതെന്താണ്, അത് അവർ ചെയ്യുന്നതും ഇവർ ചെയ്യുന്നതും ഒരേ പ്രൊവോക്കേഷൻ തന്നെയാണ്. ബിഗ് ബോസിൻ്റെ പല രീതികൾ, പല ടൈറ്റിലുകൾ, പല രീതികളിൽ അറിയപ്പെടുന്നവരാണ് നമ്മൾ സമൂഹത്ത്. അപ്പോൾ രണ ഫാത്തിമ എവിക്റ്റഡ് ആവേണ്ടത് ഇന്നലെയാണ്, പക്ഷേ ഇന്നലെയാണ് എവിക്റ്റഡ് ആയത്. മിന്നാന്നത്തെ എവിക്ഷൻ മാറ്റിവെച്ചുകൊണ്ട് 50 എപ്പിസോഡ് തീർക്കാനുള്ള ബിഗ് ബോസിൻ്റെ മറ്റൊരു നാടകമേ ഉലകം ആ സംഭവം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സ്ട്രാറ്റജിയൊക്കെ കാട്ടിക്കൂട്ടിയത്. പക്ഷേ ബിഗ് ബോസ്, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ BB ഹൗസിനെ കുറിച്ചോ BB ഹൗസ് ഗെയിമിനെ കുറിച്ചോ അത്തരത്തിലുള്ള ഒരു കാര്യവും നിങ്ങൾ അവിടെ ചർച്ച ചെയ്തിട്ടില്ല. പല കാര്യങ്ങളും, പല കോണ്ടന്റുകളും അവിടെ മിസ്സാക്കിക്കൊണ്ട്, തമാശകൾ പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് അവസാനിപ്പിക്കുകയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്രാവശ്യം ബിഗ് ബോസിനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ നിലവാരമെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലതായിരുന്നു. പക്ഷേ 50 എപ്പിസോഡ് ആകുമ്പോഴേക്കും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ വിലയിരുത്തേണ്ടത് എന്ന് നിങ്ങൾ പറയുക. ഒരു കാര്യവും കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാതെ അവസാനിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് പോലെയായി തോന്നി. ഇപ്പോൾ ലാലേട്ടൻ എന്തിനാണ് ഇറങ്ങിപ്പോയത് എന്ന് തന്നെ വലിയൊരു സംശയമാണ്. ആ ഒരു സംശയത്തിൽ നിന്ന് അനുവും നൂറയുമൊക്കെ ആദിലിനെ വെൽക്കം ചെയ്യാൻ പോയത്, അത് അവർ പറഞ്ഞിട്ടില്ല പോവാൻ, അത് പറയാതെ പോയതിൻ്റെ ഒരു ദേഷ്യമാവാം. ചെറിയ ഒരു ദേഷ്യത്തിനാണ് ലാലേട്ടൻ ഇറങ്ങിപ്പോയത്. പക്ഷേ 50 എപ്പിസോഡ് കഴിഞ്ഞ ആ നിറവിൽ തന്നെ ഇറങ്ങിപ്പോകണമായിരുന്നു. ഇത്രയും സംഭവം ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് നിന്ന ലാലേട്ടൻ അവസാനം എത്തുമ്പോഴേക്കും ഈ ഒരു മാറ്റം. ലാലേട്ട, നിങ്ങൾ കുറച്ചെങ്കിലും ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം പിടിക്കാതെ ഇറങ്ങിപ്പോകരുത്. കാരണം അതൊരു ഭംഗിയാവില്ല. ഒരു 50ാമത്തെ എപ്പിസോഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സെലിബ്രേഷൻ മൂഡ് തന്നെയാണ്, ഞങ്ങൾക്കല്ല നിങ്ങൾക്ക്. പക്ഷേ പ്രേക്ഷകർ വിധി പറയുന്നത് കണ്ടസ്റ്റൻസ് ചെയ്യുന്ന ഓരോ വിധിന്യായത്തിനാണ്. നമ്മൾ വോട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ വോട്ട് നിലവാരം വളരെ താഴെയായിരിക്കും. കാരണം ഞാനൊന്നും വോട്ട് ഇപ്പോൾ കൊടുക്കാറില്ല. കാരണം നമ്മൾ നോമിനേഷൻ കൊടുത്തുകൊണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ പുറത്താക്കുക തന്നെ ചെയ്യും. പിന്നെ നോമിനേഷൻ പവറൊന്നും ആർക്കവിടെ കിട്ടുന്നു നമുക്ക് തോന്നുന്നില്ല. ബിഗ് ബോസിൻ്റെ എൻഡമോൺ ഷൈനും ഒക്കെ നടത്തുന്ന ഈ ഒരു ഷോ ബാക്കിയുള്ളവർക്ക് സൂഹിക്കണമെങ്കിൽ പ്രേക്ഷകരുടെ വിധിയും പ്രേക്ഷകരുടെ അഭിപ്രായത്തിനും മാനിക്കണമെന്നത്
ബിഗ് ബോസ് ഷോ അധികൃതർ മനസ്സിലാക്കേണ്ടതാണ്. സീസൺ 7 റീച്ചും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് വേണ്ടിയല്ല ഈ ഗെയിം കളിക്കുന്നതെന്നാണ്. പ്രേക്ഷകർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഈ പ്രേക്ഷകരെ നിങ്ങൾ അവഗണിക്കുന്നു എന്നതാണ് യഥാർത്ഥ ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ്, ലാലേട്ടനെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടേണ്ടത് ആവശ്യമില്ല. ലാലേട്ടൻ എന്ന് പറഞ്ഞ വലിയൊരു ലെജൻഡിനെ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി അവിടെ കൊണ്ടുവച്ച് നാണം കെടുത്തുന്ന പോലത്തുള്ള ഷോ നടത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരിക്കും. പക്ഷേ ആ ആവശ്യം ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. വലിയ ഡമ്മിയെ കൊണ്ടുവന്ന് ഈ ഷോ നിർത്തണമായിരുന്നു. നിങ്ങൾ അങ്ങനെ ഒരു ഹാങ്കറെ കൊണ്ടുവരും. വെറുതെ വലിയൊരു ലെജൻഡിനെ, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ലാലേട്ടനെ കൊണ്ടുവന്ന് ഒരു കോമാളി വേഷം കെട്ടിപ്പിക്കുക എന്നത് നിർത്തണം. ഇതൊരു ഫാൾട്ട് തന്നെയാണ്. നിങ്ങളുടെ ഷോക്ക് നടക്കാവുന്ന ഏറ്റവും വലിയ ഫാൾട്ട്. എന്താ, ബേബി ഹൗസിനെ കുറിച്ചുള്ള ചർച്ചകളോ എല്ലാം വിതുങ്ങിക്കളഞ്ഞിരിക്കും. പല കാര്യങ്ങളും പല ചോദ്യങ്ങളും പല കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു ക്വിസ് കൊണ്ടുവന്നിരിക്കും. എന്തിനാണ് ഒരു ക്വിസും പിന്നെ ഒരു മൂളിപ്പാട്ടുകളൊക്കെ? ഇന്ന് നടന്നത് ചണ്ടമുട്ടും കൊട്ടുകളിയും കൈകൊട്ടുകളിയും. ഇതൊക്കെയാണോ ബിഗ് ബോസിൻ്റെ സ്ട്രാറ്റജി? ഇതല്ല ബിഗ് ബോസിൻ്റെ സ്ട്രാറ്റജി. ഇതിനെക്കുറിച്ച് അറിയാനല്ല ബിഗ് ബോസിൻ്റെ നാടകമേ ഉലകം നമ്മൾ കാണുന്നത്. നമുക്ക് റേറ്റിംഗ് കിട്ടാനും നമ്മുടെ കണ്ടന്റിന് നിലവാരം കൂട്ടാനും കൂടിയാണ്. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്രക്രിയക്ക് ബിഗ് ബോസ് വലിയൊരു ഇപ്രാവശ്യത്തെ നമുക്കൊരു ഗുണവും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാ ഗുണവും ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ യൂട്യൂബുകാർക്ക് വേണ്ടിയുള്ള കണ്ടന്റ് ഒന്നും കിട്ടാതെ മാഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എന്താണ് നടക്കുന്നത് അത് മനസ്സിലാവുന്നില്ല. ബിഗ് ബോസിൻ്റെ ഓരോ സ്ട്രാറ്റജിക്കൽ മൂവ്മെൻറ്റും നമുക്ക് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. പല രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ ഷോ അവസാനിപ്പിക്കും. ആർക്കും പിടുത്തം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെ? നമ്മൾ ലൈവും ക്യാമറയിലും ഒക്കെ കാണുന്നതല്ലേ. പക്ഷേ റിയാലിറ്റിയിൽ അത് കൊണ്ട് നടക്കണ്ട. പക്ഷേ നമുക്ക് ഷോയുടെ ഉള്ളിലുള്ള സംഭവങ്ങൾ ഷോയിൽ തന്നെ അവസാനിപ്പിക്കണമെങ്കിൽ അവിടെ തന്നെ അത് ചർച്ച ചെയ്യണം. അത് അവിടെ തന്നെ അതിൻ്റെ ഫൈറ്റ് അവസാനിപ്പിക്കണം. അത് നല്ലതല്ലേ? പുറത്ത് കൊണ്ടുവരുത്തേണ്ട ആവശ്യമില്ല. അത് ചർച്ച ചെയ്യാതെ അവിടെ നിന്ന് ഒരാളെ വിറ്റഡാക്കുമ്പോൾ അവിടെ ഉള്ളതും അറിയുന്നില്ല. അവർ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയാൻ സമൂഹത്തിന് പറ്റുന്നില്ല. ഇത് സമൂഹവും മനുഷ്യരും തമ്മിലുള്ള ഐക്യബന്ധമാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ കുടുംബക്കാരായി ജീവിക്കുകയോ അവർ ഫാമിലിയായി ജീവിക്കുകയോ ഫ്രണ്ട്സായി ജീവിക്കുകയോ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. നമുക്കറിയേണ്ടത് ബിഗ് ബോസ് ഷോ നടക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ്. ഈ റിയാലിറ്റി ഷോ ഇനിയും മുന്നോട്ട് പോയിട്ട് മലയാളി ബിഗ് ബോസുകാർക്ക് എന്താണ് ഗുണം? നമ്മളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ റിയാലിറ്റിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ മാത്രമാണ് ഈ ഷോ കൊണ്ടുള്ള ഗുണം നമ്മൾ നോക്കുന്നത്. പക്ഷേ അവിടെ ജീവിക്കുന്നവർക്കും അവൻ്റെ റെസ്പെക്റ്റ് ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് പോകരുത്. അവർ പറയുന്ന എന്തും ഇവിടെ വൈറലും ട്രോളും ഒക്കെയായി മാറുന്ന ഒരു സമൂഹത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാലം മാറിയപ്പോൾ നമ്മുടെ ജിജ്ഞാസ മാറുന്നതിനനുസരിച്ച് നമ്മുടെ വ്യത്യാസങ്ങളുടെ പ്രതിബിംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഇന്നും ടോട്ടലായിട്ട് ഒരു ജീവിതം എവിടെ എത്തിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു നമുക്കും ബിഗ് ബോസിലേക്ക് വരാൻ ആഗ്രഹമുള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ കണ്ടന്റിൻ്റെ നിലവാരക്കുറവ് അത് എന്നും ബിഗ് ബോസിനോട് അന്നും ഇന്നും പറയാറുണ്ട്. പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്, ചെയ്യേണ്ടതല്ല ചെയ്യുന്നത്. ഇതാണ് ബിഗ് ബോസിന് പറ്റുന്ന ഏറ്റവും വലിയ 50ാമത്തെ എപ്പിസോഡിൽ തന്നെ ഇങ്ങനെ പറയേണ്ടി വരുന്ന ഒരുപാട് അവസ്ഥകൾ, ഒരുപാട് ഗതികേട്, സീറോ മൈൻഡിൽ ചിന്തിക്കേണ്ടി വരും. നിലവാരം ബിഗ് ബോസിൻ്റെ ഒന്നുമല്ല. ഷൂ എന്ന് പറയുന്നത് പോലെ തോണിയിൽ ലാലേട്ടൻ പറഞ്ഞ ഒരു കഥ പോലെ ആയിപ്പോയി ബിഗ് ബോസിൻ്റെ അവസ്ഥ. ആ തോണിയായി മാറിപ്പോയി. അത് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ട് ലാലേട്ടൻ തന്നെ പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത്
പറയുന്നവരുടെ കുറ്റമാണ്. കാണുന്നവരെ കണ്ണിലല്ല കുറ്റം. അതുകൊണ്ടാണ് പറയുന്നത് എന്തോ, പ്രവർത്തിക്കുന്നത് എന്തോ, ചെയ്യുന്നത് എന്തോ, അതാണ് മനുഷ്യർക്ക് വേണ്ടത്. കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ടോക്ക് ദ പീപ്പിൾ, ആക്ഷൻ ദ പീപ്പിൾ. നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് പീപ്പിളോട്, അതറിയുക എന്നതാണ്. അത് കണ്ടന്റ് ആകുക എന്നാണ്. അതാണ് കോണ്ടന്റ് ക്രിയേഷൻ്റെ യഥാർത്ഥ സത്യം. അത് പറയാനാണ് നമ്മൾ ശ്രമിക്കാൻ പറയുന്നത്. പക്ഷെ അതൊന്നും വെളിച്ചത്തിൽ കൊണ്ടുവരാതെ മൂടി വെക്കുന്നു. സത്യത്തെ മൂടി വെക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് വളരെ കുറ്റമാണ്, വളരെ ഒരു തെറ്റായ ഫാൾട്ടാണ്. ഇങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഷോ മുന്നോട്ട് കൊണ്ടുപോയിട്ട് തീപാറുന്ന അടിയും തീപാറുന്ന ഡയലോഗൊക്കെ അവിടെ നിന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയാൽ ഷൂ എന്നാണ്. കാറ്റത്ത് ശൂന്യാകത്ത് റോക്കറ്റ് വിട്ട പിന്നെ അവനെ കാണാനേ ഇല്ല. ഈ ഒരവസ്ഥയാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുന്ന വ്യക്തികൾക്ക്. ബ്രിങ് ദ ഡിസൈഡ്. നമുക്കിതിൽ എന്ത് ഉത്തരം കണ്ടെത്താൻ പറ്റും? ചോദ്യങ്ങളല്ലാതെ ബിഗ് ബോസിനോട് ചോദിക്കാൻ കഴിയില്ല. ഇത് എന്ത് പറ്റി ബിഗ് ബോസ്? വളരെ വലിയ സംഭവങ്ങൾ കൊണ്ടുവരാം, വലിയ കാര്യങ്ങൾ 7ന്റെ പണിയാണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനാണ് 8ന്റെ പണി കിട്ടുകൊണ്ടിരിക്കുന്നത്. ആ പണി മാറ്റാതെ നിങ്ങൾ എങ്ങനെ 7ന്റെ പണി എന്ന് പറയാൻ പറ്റും? ജസ്റ്റ് ബിഗൈൻ ദ സീൻ. നിങ്ങൾ ബിഹൈൻഡ് ദ സീൻ എടുത്ത് നോക്ക്. നിങ്ങൾക്ക് പറ്റുന്ന തെറ്റുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ബൈ ഫോർ